BJP ഏതെങ്കിലും എം പിമാരെ അറസ്റ്റ് ചെയ്യുമോ? ഏതെങ്കിലും മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുമോ? BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഏതെങ്കിലും MLA അറസ്റ്റ് ചെയ്യുമോ ഈ മണി ലോണ്ടറിങ് കേസിന്? ഏതെങ്കിലും MLA അറസ്റ്റ് ചെയ്ത ചരിത്രമുണ്ടോ? MP അറസ്റ്റ് ചെയ്ത ചരിത്രമുണ്ടോ? മന്ത്രിക്കെതിരെ കേസെടുത്ത ചരിത്രമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താണ് അപ്പോൾ പറയേണ്ടത്? എന്താ? ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമമാണ്, പ്രതിപക്ഷത്തെ MPമാരെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമമാണ്, മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമമാണ്. ഇവരെയൊക്കെ നിങ്ങളൊക്കെ അധികാരത്തിൽ കിട്ടിയാൽ നിങ്ങളെ എന്താണ് പിടിച്ച് ജയിലിടെ മാത്രമല്ല നിങ്ങളെ പണി കളയാൻ പറ്റും ഞങ്ങളെ കൊണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ഞങ്ങളോട് സംസാരിച്ചാൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം മന്ത്രിമാരല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അടുത്ത നിയമം ചിലപ്പോൾ വരുന്നത് MPമാരെ പുറത്താക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നോക്കിക്കോളൂ. അധികം ദൂരമൊന്നും ഉണ്ടാവില്ല. കാരണം MPമാരെ പുറത്താക്കിയാൽ നിയമസഭയിൽ ഒറ്റയ്ക്ക് ഇരിക്കാമല്ലോ, പാർലമെൻറ്റിൽ ഒറ്റയ്ക്ക് ഇരിക്കാമല്ലോ, ഒറ്റ തീരുമാനിച്ച് നടപ്പിലാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യവസ്ഥയില്ല കേട്ടോ, വ്യവസ്ഥയില്ല. ഒരു ടൈം കഴിഞ്ഞു, 2 ടൈം, 3ാമത്തെ ടൈം വരുമ്പോഴത്തേക്ക് രാജഭരണത്തിൻ്റെ ശൈലിയിലേക്ക് വരികയാണ്. നിങ്ങൾ 4ാമത്തെ ടൈമിനെ കുറിച്ച് ആലോചിക്കുക, രാജഭരണമായിരിക്കും. പിന്നെ കമാന്നൊരക്ഷരം ഒരു മാധ്യമങ്ങൾ മിണ്ടാതെ വിചാരിക്കേണ്ട, ഒരു കമാന്നൊരക്ഷരം പ്രതിപക്ഷ പാർട്ടി മിണ്ടായിരിക്കുക. അത് മനസ്സിലാക്കിയ പ്രതിപക്ഷ പാർട്ടികളാണ് എന്ത് ചെയ്യുന്നത്? ശക്തമായി ചെറിയ പ്രതിപക്ഷ പാർട്ടികളാട്ടോ. ഞാൻ പറഞ്ഞു ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയല്ലല്ലോ, ചെറിയ 10ഉം 2ഉം 3ഉം 2ഉം 5ഉം ഉള്ള MPമാരുള്ള പാർട്ടികളാണ് അല്ലേ. ഈ പാർട്ടികളെല്ലാം ഒരു കുടക്കീഴിൽ, അത് തന്നെ വലിയൊരു എന്താണ്, നമ്മൾ പൂക്കളിടുന്ന പോലെയാണ്. ഞാൻ പറയുന്നത് എപ്പോഴും പൂക്കളിട്ടാൽ നല്ല രസമായിരിക്കുമല്ലോ കാണാൻ, മനസ്സിലായോ? അതിൽ ഒരു ഭാഗം പോയിട്ടുണ്ടെങ്കിൽ മോശക്കാരായിരിക്കും. പക്ഷേ ഈ പൂക്കളം കാണുമ്പോൾ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വേണം.